കൃഷ്ണൻ 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. അവന് നിറയെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥി. ഉന്നത വിജയം നേടണമെന്നും കുടുംബത്തിന് താങ്ങും തണലുമായി മാറണമെന്നും അവൻ ആഗ്രഹിച്ചു. അമ്മയുടെയും അച്ഛന്റെയും പ്രതീക്ഷ അവന്റെ പഠനത്തിൽ മാത്രമായിരുന്നു. അവന്റെ കൂട്ടുകാരൻ വിനോദ് കൃഷ്ണനിൽ നിന്ന് തീർത്തും വ്യത്യസ്തനായിരുന്നു. പണം ധാരാളമുള്ള ഒരു കുടുംബത്തിലെ അംഗമായിരുന്നെങ്കിലും അവന്റെ ജീവിതത്തിൽ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മദ്യപാനവും മയക്കുമരുന്നും അവനൊരു വിനോദമായിരുന്നു. ഒരു തവണ മാത്രം കൃഷ്ണൻ ഇത് സാധാരണമാണ് എന്ന അവന്റെ വാക്കുകൾക്ക് മുന്നിൽ കൃഷ്ണൻ ആദ്യം മടിച്ചുനിന്നു. എന്നാൽ സൗഹൃദത്തിന്റെ പേരിൽ ഒടുവിൽ അവൻ വഴങ്ങി. ആദ്യമായി സിഗരറ്റും പിന്നെ ലഹരിവസ്തുക്കളും പരീക്ഷിച്ചപ്പോൾ അത് അവനൊരു പുതിയ ലോകം തുറന്നുകൊടുത്തു. പഠനത്തിലെ സമ്മർദ്ദങ്ങളിൽ നിന്നും കുടുംബത്തിന്റെ പ്രതീക്ഷകളിൽ നിന്നും ഒരു താൽക്കാലിക രക്ഷപ്പെടൽ. പതിയെ അത് ഒരു ശീലമായി മാറി. കോളേജിലെ സുഹൃത്തുക്കളെ ഒഴിവാക്കി വിനോദും അവന്റെ പുതിയ കൂട്ടുകെട്ടുകളുമായി കൃഷ്ണൻ സമയം ചിലവഴിച്ചു തുടങ്ങി. രാത്രികളിൽ വീട്ടിൽ വരാൻ വൈകി. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. അവന്റെ പഠനനിലവാരം താഴേക്ക് പോയി തുടങ്ങി. അച്ഛൻ രാമചന്ദ്രനും അമ്മ സരസ്വതിയും അവനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും കൃഷ്ണൻ അവരെ അവഗണിച്ചു. നിങ്ങൾക്കെന്നെ മനസ്സിലാവില്ല, എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട എന്നായിരുന്നു അവന്റെ മറുപടി. അവന്റെ കണ്ണുകളിൽ ഭയവും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞു. അവന്റെ വിരസമായ സംസാരവും തളർന്ന ശരീരവും അമ്മയെ വിഷമിപ്പിച്ചു. ഒരു രാത്രി സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടെ കൃഷ്ണൻ അച്ഛനോട് പണം ആവശ്യപ്പെട്ടു. അത്യാവശ്യത്തിന് മാത്രമാണ് ഇപ്പോൾ പണം നൽകുന്നത്. എല്ലാ മാസവും ഇങ്ങനെ പണം നൽകാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്ന് അച്ഛൻ പറഞ്ഞു. ഇത് കൃഷ്ണനെ ദേഷ്യപ്പെടുത്തി. മയക്കുമരുന്നിന്റെ ലഹരിയിൽ അവന്റെ സ്വഭാവം കൂടുതൽ വഷളായി. അലറിക്കൊണ്ട് കസേരകൾ തട്ടിമറിച്ചിട്ട് അവൻ അച്ഛന്റെ നേരെ കയ്യോങ്ങി. അച്ഛനും അമ്മയും ഞെട്ടിപ്പോയി. എന്റെ മോൻ ഇങ്ങനെയൊരാളല്ല എന്ന് അമ്മ വിതുമ്പി. കൃഷ്ണൻ അച്ഛനെ തള്ളിമാറ്റി. അമ്മ തടയാനെത്തിയപ്പോൾ അവരെയും തള്ളിവീഴ്ത്തി. നിലത്ത് വീണ അമ്മയുടെ തല മേശയിൽ തട്ടി. വേദനയോടെ അമ്മ നിലവിളിച്ചു. ആ രംഗം കണ്ട കൃഷ്ണൻ അവിടെ നിന്ന് ഓടിപ്പോയി. കരഞ്ഞുകൊണ്ട് സരസ്വതി തന്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചു. ആ മോന്റെ ഭാവിയെക്കുറിച്ചുള്ള ഭയം അവരെ വല്ലാതെ അലട്ടി. ഒടുവിൽ വേദന സഹിക്കവയ്യാതെ സരസ്വതി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് സ്റ്റേഷനിലെ എസ്ഐ മനോജ് സരസ്വതിയുടെ അവസ്ഥ കണ്ടപ്പോൾ വിഷമിച്ചു. കേസ് രജിസ്റ്റർ ചെയ്യാൻ അദ്ദേഹം തയ്യാറായെങ്കിലും സരസ്വതി അദ്ദേഹത്തോട് അപേക്ഷിച്ചു. സാറേ, എന്റെ മോനെ ശിക്ഷിക്കാനല്ല ഞാൻ വന്നത്, അവനെ രക്ഷിക്കണം. എന്റെ മോനെ എനിക്ക് തിരികെ വേണം. അത് കേട്ടപ്പോൾ മനോജിന് അവരുടെ ദുരിതം മനസ്സിലായി. നിയമപരമായ നടപടികൾക്കപ്പുറം ഒരു മാനുഷിക സമീപനം ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അമ്മേ, ഇതൊരു കുറ്റവാളിയുടെ വഴിയല്ല, ഇത് രോഗിയുടെ വഴിയാണ്. നിങ്ങളുടെ മോന് ചികിത്സയാണ് വേണ്ടത്. പോലീസ് മാതാപിതാക്കളുടെ സഹായത്തോടെ കൃഷ്ണനെ കണ്ടെത്തി. അവനെ ഒരു പുനരധിവാസ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. പുനരധിവാസ കേന്ദ്രത്തിൽ ആദ്യ ദിവസങ്ങളിൽ കൃഷ്ണൻ എല്ലാവരോടും ദേഷ്യത്തോടെയാണ് പെരുമാറിയത്. എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് ചോദിച്ച് അവൻ അലറി. എന്നാൽ അവിടുത്തെ കൗൺസിലർമാരും ഡോക്ടർമാരും ക്ഷമയോടെ അവനോട് സംസാരിച്ചു. അവന്റെ ഉള്ളിലെ ആന്തരിക സംഘർഷങ്ങൾ അവർക്ക് മനസ്സിലായി. ലഹരിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അവർ അവന് നൽകി. എല്ലാ ആഴ്ചയും അവനെ കാണാൻ അമ്മ വരുമായിരുന്നു. അമ്മയുടെ കണ്ണുനീർ കണ്ടപ്പോൾ അവന്റെ മനസ്സ് ഉരുകി. തന്റെ ലഹരി അവന്റെ കുടുംബത്തെ എത്രമാത്രം ദുരിതത്തിലാക്കി എന്ന് അവൻ തിരിച്ചറിഞ്ഞു. 6 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ പഴയ ആളായി. കൈകളിൽ പുസ്തകങ്ങൾ, കണ്ണുകളിൽ പ്രതീക്ഷ. പുനരധിവാസ കേന്ദ്രത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. അവനെ സ്വീകരിക്കാൻ അമ്മയും അച്ഛനും വാതിൽക്കൽ കാത്തുനിന്നു. അമ്മയെ കെട്ടിപ്പിടിച്ച് അവൻ പറഞ്ഞു, അമ്മേ, ഇനി ഞാൻ എന്റെ ജീവിതം ഞാൻ തന്നെ തിരിച്ചുപിടിക്കും. എന്റെ സ്വപ്നങ്ങളെ ഞാൻ നശിപ്പിക്കില്ല. അന്ന് ആ വീട്ടിൽ പുതിയൊരു പുലരി പിറന്നു. ജീവിതം ഒരു ലഹരിയാണ്. അതിനെ നശിപ്പിക്കാതെ മുന്നോട്ടു പോകാനുള്ള ഒരു ഉറച്ച തീരുമാനമെടുത്ത് കൃഷ്ണൻ ഒരു പുതിയ ജീവിതം തുടങ്ങി.